ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ സ്വത്തുനിധിയും അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവർ അംഗനവാടിയിൽ പോണത്. സ്ഥിരം ഇരിക്കാനൊന്നല്ല, ജസ്റ്റ് ഒന്ന് അംഗനവാടിയിൽ പോയി കണ്ട് എങ്ങനെയുണ്ട് അംഗനവാടി, ഇവരവിടെ ഇരിക്കുമോ, കരയോ, ഭക്ഷണം കഴിക്കുമോ, ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് വെറുതെ ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ അംഗനവാടിയിലെത്തി. അവിടെ പായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങൾ കളിക്കാനുണ്ട്. ഈ സാധനങ്ങളൊക്കെ അടക്കി വെക്കുകയാണ് കേട്ടോ. സ്വത്ത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്ന് വെക്കാൻ നോക്കണുണ്ട്. ആദ്യമായിട്ടാണെങ്കിൽ അവൻ വെക്കണുണ്ട് കേട്ടോ. നിധി വേറൊരു സാധനം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് കളിക്കാനായിട്ട്. സ്വത്ത് അതുകൊണ്ട് ഒരു താജ്മഹൽ തന്നെ പണിയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നല്ല ഭംഗിയുള്ള ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്. ഇതെന്താ ട്രെയിനാണോ? രണ്ടുപേരും സ്വയം പര്യാപ്തിയായി തോന്നുന്നുണ്ട്. രണ്ടാളും സെപ്പറേറ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ. കുറേ അതിൻ്റെ ഇടയിൽ ടീച്ചർ എന്താ കൊടുത്തേ, പുല്ലാട കൊടുത്തു കേട്ടോ അവർക്ക്. ഇപ്പോഴത്തെ അംഗനവാടിയിൽ നല്ല ഫുഡുകളല്ലേ കൊടുക്കണത്. പുല്ലാടയൊക്കെ കൊടുത്തു അവർക്ക്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറേ കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നു വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയാനുണ്ട്. സ്വത്ത് സമ്മതിക്കണില്ല. പൊന്നു പോകുന്നൊരു പേടി കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. സ്വത്ത് ആദ്യം ഓടണുണ്ട് കേട്ടോ. നിധി പറഞ്ഞു ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. പൊന്നു വെറുതെ പറഞ്ഞു നോക്കിയതാ ഇവരെങ്ങനെ ഇരിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴുണ്ട് അങ്ങനെ പിന്നെ പൊന്നു വെള്ളം കുടിക്കാനൊന്നും പോയില്ല, അവിടെ ഇരുന്നു. അങ്ങനെ രണ്ടാളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്തോ ട്രെയിനാണ്, എന്തോ സാധനം ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാൾ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരഞ്ഞൊന്നുമില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായി. ഭക്ഷണം കഴിക്കണതിന് മുന്നേ ഈ കളി സാധനങ്ങളൊക്കെ ചാക്കിലാക്കണം. 3 കുട്ടികളും കൂടിയിട്ട് 3 കുട്ടികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്വത്തുനിധി അടക്കം 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ കുറവാണ് ഇപ്പം അംഗനവാടിയിൽ. അപ്പോൾ ചോറുണ്ണണതിന് മുന്നേ എല്ലാതും പറക്കിയെടുത്ത് വെക്കണം ചാക്കിൽ. 3 ആൾക്കും ചോറ് നിരത്തി വെച്ചിട്ടുണ്ട്. മുട്ട പൊരിച്ചത് 3 ആൾക്കും മുട്ട പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ആളും ഓടണം. എങ്ങടെ ഓടണം? കൈ കഴുകാനാണ് കേട്ടോ 3 പേരും പോണത്. അങ്ങനെ 3 ആളും കൈ കഴുകി വന്ന് സാമ്പാറുണ്ട്, ചോറുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബായ്.